ഇൻ മൈ മൈൻഡ്, അതുപോലെ തന്നെ ഓൺ മൈ മൈൻഡ്. ഇത് രണ്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ചിലപ്പോൾ ഉപയോഗിക്കുന്നും ഉണ്ടാകും. പക്ഷേ ഇൻ മൈ മൈൻഡ് ആണോ അല്ലെങ്കിൽ ഓൺ മൈ മൈൻഡ് ആണോ, ഏതാണ് കറക്റ്റ് എന്ന് ഇടയ്ക്കെങ്കിലും തോന്നിയിട്ടില്ലേ? കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ പറയുന്നത്. ചിലർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ ഇൻ മൈ മൈൻഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്, ഓൺ മൈ മൈൻഡ് എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെ. പക്ഷേ അത് ഉപയോഗിക്കേണ്ട കോണ്ടെക്സ്റ്റുകൾ ഡിഫറൻ്റാണ്. അപ്പോൾ എന്താണ് ആ കോണ്ടെക്സ്റ്റുകൾ എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻ മൈ മൈൻഡ് ആൻഡ് ഓൺ മൈ മൈൻഡ്. ഇൻ മൈ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇൻ മൈ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായത്തിൽ എന്നാണ് അർത്ഥം. അതേസമയം ഓൺ മൈ മൈൻഡ് എന്ന് പറഞ്ഞാൽ അതല്ല അതിൻ്റെ മീനിങ്. ചില കാര്യങ്ങളെപ്പറ്റി നമ്മൾ വറി ചെയ്തുകൊണ്ടിരിക്കില്ലേ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ മനസ്സിനെ വല്ലാതെ വറി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ വേറൊന്നിലും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് ഓൺ മൈ മൈൻഡ് എന്ന് ഉപയോഗിക്കുന്നത്. വറിയിങ് എബൌട്ട് സംതിങ് സ്പെസിഫിക്, ഏതോ ഒരു കാര്യം നമ്മുടെ മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അതാണ് ഓൺ മൈ മൈൻഡ്. എക്സാമ്പിൾ നോക്കൂ. ഇൻ മൈ മൈൻഡ് ദ സൊല്യൂഷൻ ഈസ് വെരി സിമ്പിൾ. എൻ്റെ മനസ്സിൽ അതിൻ്റെ ഒരു പരിഹാരം വളരെ സിമ്പിളാണ്. അത് എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ ഒരു തോട്ട്. അപ്പോൾ ഇൻ മൈ മൈൻഡ് ഉപയോഗിക്കാം. ഇൻ മൈ മൈൻഡ് ഷീ ഈസ് ദ ബെസ്റ്റ് ഫിറ്റ്. എൻ്റെ അഭിപ്രായത്തിൽ അവളാണ് ഏറ്റവും ഫിറ്റായിട്ടുള്ള ഒരാൾ. അപ്പോൾ ഇൻ മൈ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇൻ മൈ ഒപ്പീനിയൻ. ഇനി ഓൺ മൈ മൈൻഡ് ആണെങ്കിലോ, എക്സാംസ് ആർ ഓൺ മൈ മൈൻഡ് റൈറ്റ് നൗ. ഐ ആം റിയലി സ്ട്രെസ്ഡ്. എക്സാംസ് ഒക്കെ വരുമ്പോൾ അങ്ങനെയല്ലേ, മുഴുവൻ പഠിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ടെൻഷൻ എല്ലാം കൂടി എപ്പോഴും മനസ്സിൽ എക്സാംസ് തന്നെയായിരിക്കും. അപ്പോൾ എക്സാംസ് ആർ ഓൺ മൈ മൈൻഡ് റൈറ്റ് നൗ. ഐ ആം റിയലി സ്ട്രെസ്ഡ്. നമ്മളോട് ഒരാളൊരു കഥ പറയുന്നു. അപ്പോൾ നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് മനസ്സ് അതിനകത്തേക്ക്, ആ സ്റ്റോറിയിലേക്ക് നമ്മുടെ മനസ്സ് കടക്കുന്നില്ല. കാരണം മനസ്സിനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം മനസ്സിലുണ്ട്. അപ്പോൾ നമുക്ക് അയാളോട് പറയാം, അയാൾ വലിയ കാര്യത്തിൽ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാം, സോറി, ഐ ഹാവ് എ ലോട്ട് ഓൺ മൈ മൈൻഡ് റൈറ്റ് നൗ. എൻ്റെ മനസ്സിലിപ്പോൾ വേറെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, സോറി, ഐ ഹാവ് എ ലോട്ട് ഓൺ മൈ മൈൻഡ് റൈറ്റ് നൗ. അപ്പോൾ ഓൺ മൈ മൈൻഡ് എവിടെ ഉപയോഗിക്കണം, ഇൻ മൈ മൈൻഡ് എവിടെ ഉപയോഗിക്കണം എന്ന് മനസ്സിലായല്ലോ.